ഹായ് ഫ്രണ്ട്സ്, ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീമാൻ ജോസ് കെ മാണി എങ്ങോട്ട് എന്നുള്ളതാണ്. ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, പലയാവർത്തിച്ച് പറയുന്നു, പലവരും പറയുന്നു. എന്നിട്ടും ആർക്കും വിശ്വാസമില്ല. ആരൊക്കെയാണ് ഇതിന് സൂത്രധാരകരെന്ന് നോക്കാം. നമ്പർ 1 മനോരമ, മലയാള മനോരമ, കോട്ടയം അച്ചായൻ. നമുക്കറിയാം, മനോരമ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കോൺഗ്രസ് അനുകൂല മനോഭാവം പുലർത്തുന്ന ഒരു പത്രമാധ്യമമാണ്. കേരള കോൺഗ്രസ് പോയതിലൂടെ കോൺഗ്രസ് വന്നിട്ടുള്ള ആ നഷ്ടം എത്രമാത്രമാണെന്ന് ശരിക്കും തിരിച്ചറിയുന്നുണ്ട് മലയാള മനോരമ. അതുകൊണ്ട് കേരള കോൺഗ്രസ് കൂടി മടങ്ങി വന്നാലേ UDF പൂർണ്ണമാവുകയുള്ളൂ എന്ന് മനോരമ വിശ്വസിക്കുന്നു. അതിനായി ഓരോ വാർത്തകളും സൃഷ്ടിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചില പുരോഹിത നേതാക്കന്മാരുമുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2 വ്യക്തവും കൃത്യവുമായി ജോസ് കെ മാണി UDFിലേക്ക് പോകുന്നുവെന്നും അതിന്റെ ഫലമായിട്ട് പിളർപ്പുണ്ടാകാൻ പോകുന്നുവെന്നും തന്റെ പല വീഡിയോകളിലൂടെയും പ്രസ്താവിക്കുന്ന ശ്രീമാൻ അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഒരുപക്ഷെ പലർക്കും സുപരിതനാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് CPI-കാരനാണ്. ശ്രീ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വന്നതിന് അന്ന് മൂലം കല്ലുകടിയുള്ള പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. കാരണം മധ്യ തിരുവിതാംകൂറിലെ തങ്ങളുടെ മേധാവിത്വത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു. അതിലുപരി CPI മത്സരിച്ചിരുന്ന സീറ്റുകളാണ് ചങ്ങനാശ്ശേരി ആണെങ്കിലും കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും ഒക്കെ. അതുകൊണ്ട് തങ്ങളുടെ മേധാവിത്വത്തിനേറ്റ നഷ്ടത്തിന് CPI-ക്ക് കേരള കോൺഗ്രസ് നടത്താൻ മതിപ്പില്ല, മമതയില്ല, താല്പര്യമില്ല. CPI നേതാവായ ജയശങ്കർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അദ്ദേഹം സമർത്ഥിക്കുന്നത് പണ്ട് EK നായനാരുടെ കാലത്ത് KM മാണി പിന്തുണ പിൻവലിച്ചതും KM മാണി വിശ്വസിക്കാൻ കൊള്ളുകയായിരുന്നു ഈ നായനാർ പലപ്പോഴും പറഞ്ഞു. അങ്ങനെ ഒരുപാട് തീരുകൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹമാണ് ഇതിന്റെ മുഖ്യ പ്രചാരകൻ. ഇനി ജോസ് കെ മാണിയിലേക്ക് വന്നാൽ നമുക്കറിയാം, അദ്ദേഹത്തിന് അത്ര എളുപ്പം മടങ്ങി പോകാൻ ആവുകയില്ല. പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ജോസ് കെ മാണി എങ്ങനെ ഓടിപ്പോയാലും കൂടെയുള്ളവർ പോകുന്നു വരികയില്ല. കാരണം ഇടതുപക്ഷം നല്ല ഒരു പരിഗണനയാണ് ആ പാർട്ടി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ എങ്ങുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം ചേക്കേറുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ജോസ് കെ മാണി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും സമയാസമയങ്ങളിൽ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യങ്ങള്, ഡിമാൻഡുകൾ പലപ്പോഴും ഇടതുമുന്നണി പരിഗണിച്ചിട്ടുണ്ട് വേണ്ടവെന്ന് തന്നെ. അത് റബ്ബറിന്റെ വില വർധനയുടെ കാര്യത്തിലാണ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ജോസ് കെ മാണിക്ക് വെറുതെ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാവുകയില്ല. പിന്നെ ഒരു കാരണവുമില്ലാതെ ഇട്ടെറിഞ്ഞ് പോകാനാവുകയില്ല. പോയാലും ഏവരും കൂടെ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെയാണെങ്കിൽ നല്ല ചർച്ചാ വിഷയമാണ്. ഇലക്ഷൻ വരികയാണ്, 2 മാസം കൂടിയേ ഉള്ളൂ. ചൂടേറിയ വിഷയം തന്നെയാണ് ജോസ് കെ മാണി എങ്ങോട്ട്. ചൂട് പിടിക്കട്ടെ തർക്ക വിതർക്കങ്ങൾ. അന്തിമഫലം കാത്തിരുന്ന് കാണാം. താങ്ക് യു.